ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, ഉറപ്പായിട്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്ന് 100 കോയിന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സെക്കൻഡ് ട്രിക്കാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഇന്നലത്തെ എപ്പിക് ട്രിക്കിൽ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ മച്ചാമാരെ, ഞാൻ ഉറപ്പായിട്ട് നമ്മുടെ ഒരു നല്ലൊരു കണ്ടന്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു പയ്യൻസിന്റെ കയ്യിൽ മാലിന്യം ഉണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ ഫസ്റ്റ് ഇംപ്രഷനും ഡിവിഷൻ മാച്ചും കൂടെ ഒന്നായി സെറ്റാക്കി കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഗൈസ്, മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെട്ടി. അപ്പോൾ എന്തായാലും അതൊക്കെ കമന്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ തുടങ്ങി. അപ്പോൾ ഗൈസ് എന്താ പറയുക, നമുക്ക് ഇന്ന് കുറച്ച് വരാൻ പോകുന്ന പ്രഡിക്ഷനും കാര്യങ്ങളും നമ്മുടെ ഈ ലാസ്റ്റ് വീഡിയോ ഉണ്ട്. ഓൾറെഡി ഗൈസ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാക്കുകളും കാര്യങ്ങളും ഞാൻ ഇതിന്റെ ലാസ്റ്റ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാറ്റിനി അതുപോലെ തന്നെ നമ്മുടെ സാബിനൊക്കെ കിട്ടിയതുകൊണ്ട് ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം. മച്ചാമാരെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ 130 കോയിനാണ് ഓൾറെഡി ഉള്ളത്. ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് എടുത്ത്, കാരണം ഓൾറെഡി ഗൈസ് എൻ്റെ ഒരു തേർഡ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല. എന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ചായിരുന്നു. ആ അക്കൗണ്ട് ഇപ്പോൾ എവിടെ പോയെന്ന് അറിയില്ല. കാരണം ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും കുറച്ച് പേരുടെ അക്കൗണ്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെന്താ പരിപാടി എന്നറിയില്ല. കൊനാമി എയർ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നലെ ഒരു മച്ചാന്റെ അക്കൗണ്ട് കാണിക്കുന്നുണ്ട് ഗൈസ്. സംഭവം എന്താണെന്ന് അറിയില്ല. മാറുമെന്ന് വിചാരിക്കാം. എന്തായാലും അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാട്ടോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ട്രൈ ആണ്. ഫ്രീ ട്രൈ ഒന്നുമില്ല. ശരിക്കും ഫ്രീ ട്രൈ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരുന്നു. ലിലിയൻ ടൂറാമിന് എടുക്കുന്ന ഗൈസ് ജസ്റ്റ് ഞാൻ നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കുക. നിങ്ങൾ ഇതേപോലെ ട്രൈ നോക്കുക. കാരണം ഗൈസ് ഉറപ്പായിട്ട് നിങ്ങൾ എന്താ പറയുക, 100 കോയിന് കിട്ടാൻ മതി. 100 കോയിൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു 100 കോയിനും കൂടെ കുറച്ചൊരു 10 മിനിറ്റ് ശേഷം കിട്ടാൻ മതി കേട്ടോ. ഇതിൽ കൂടുതൽ ആരും ഇടല്ലേ ഗൈസ്. കാരണം ഒന്നാമത് ഗൈസ് ഇനി നല്ല നല്ല പാക്കുകൾ വരുന്നുണ്ട്. പക്ഷെ വന്നതിൽ ഏറ്റവും നല്ല പാക്ക് ഇതായതുകൊണ്ട് കോയിൻ ഇടാണ്ടിരിക്കാൻ തോന്നുന്നില്ല. കാരണം നിങ്ങൾക്കറിയാലോ, ഓൾറെഡി നമ്മുടെ LB 104, 105 റേറ്റഡ് പോകുന്ന സംഭവമാണ് നമ്മുടെ ബാൾഡിനി ഗൈസ്. അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. CB പ്ലെയറിന് എടുക്കുന്ന RB, LB, DMF ആണ് നമ്മുടെ പ്ലേയേഴ്സ്. അപ്പോൾ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്, ഞാൻ സാധാരണ നമ്മുടെ 0GP പ്ലേയേഴ്സിനാണ് ഇട്ടിരിക്കുന്നത്. റിലീസ് ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ നമ്മുടെ ഡാനിയൽ മോരെയാണ് മാനേജർ ഇട്ടേക്കുന്നത് ഗൈസ്. അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. നമ്മൾ എൻട്രിക്കോ ഡെൽ പ്രാറ്റോ എന്ന് പറഞ്ഞിട്ട് പ്ലെയറിനെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ സണ്ണൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗൈസ്, റൊണാൾഡോന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞിരിക്കുന്നത് ഗൈസ്, അതിനുശേഷം ബാർട്ട് വാൻ റൂയിജ് എന്ന് പറഞ്ഞൊരു പ്ലെയർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലത്തെ ട്രൈ നോക്കുക കേട്ടോ. ഒരു സ്റ്റെപ്പ് നിങ്ങൾ വിട്ടുപോയത് ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക മച്ചന്മാരെ. അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ കൊനാമി പറയുന്നത് 460 കോയിൻ നമുക്ക് കിട്ടും എന്നാണ് കേട്ടത്. അപ്പൊ എന്തായാലും അത് സത്യമാവട്ടെ. കാരണം ഓൾറെഡി ഞാനത് ലിസ്റ്റ് കണ്ടായിരുന്നു, 460 കോയിൻ ഉണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ അത് ഞാൻ ഈ ഒരു ട്രിക്ക് നമുക്ക് അടിക്കില്ലേ നമുക്ക് നോക്കാം. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ നോക്കുക. കാരണം വേറെ നല്ല മച്ചാൻ ചിലപ്പോൾ എന്താ അറിയോ, നമ്മുടെ ഓരോ അക്കൗണ്ടിനും വ്യത്യസ്തമായിരിക്കും. കാരണം എൻ്റെ അക്കൗണ്ടിന് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന് കിട്ടിയില്ലെന്ന് പറയാൻ പറ്റും. കാരണം മച്ചാൻ നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ ഗെയിം പ്ലാൻ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ എല്ലാ എന്താ പറയുക ട്രിക്കിനും 100, 120 കോയിന്, 102 കോയിന്, 110 കോയിന് ഇത്രയൊക്കെ ഞാൻ ഇടാറുള്ളൂ. ആ ഒരു ട്രിക്ക് തന്നെയായിരിക്കും എനിക്ക് മിക്ക ബാക്കുകളും അടിക്കുക. റൊന്നി, സാബി, പിന്നെ നമ്മുടെ കഫു, സീക്കോ, അങ്ങനെയുള്ള എല്ലാ പാക്കുകളും. കോസ്റ്റേട്ട പിന്നെ നമുക്ക് ഫ്രീ ആയിരുന്നല്ലോ. അപ്പൊ നമ്മളിതാ ഫ്രീ ട്രൈ അടിക്കാൻ പോകണം. ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ബാക്കോട്ട് വന്നു ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം. 100 കോയിൻ കൊടുത്തിട്ടുണ്ട്. 5 ദിവസം ബാക്കിയുണ്ട് ഗൈസ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എപ്പിക് കോർണോട് നോക്കാം. എടാ ചാമ്പിയല്ലോ ഗൈസ്, കൊനാമി നല്ലോണം ഒന്ന് തേച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നലെ എന്റെ ഫസ്റ്റ് അക്കൗണ്ട് കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ന് എനിക്ക് സെക്കൻഡ് അക്കൗണ്ടിലും പക്ഷെ ഗൈസ് എന്താ പറയുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറെ പേർ കേട്ടിട്ടുണ്ട്. അത് തന്നെ ഹാപ്പിയാണ്. അപ്പൊ ഗൈസ്, എനിക്ക് ലൂക്കാസ് വരാൾഡോ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ കേട്ടിരിക്കുന്നത്. അതുപോലെ മച്ചാമാരെ, നമ്മൾ 8 മണിക്കായിരിക്കും ലൈവ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ആ ഒരു സമയത്ത് ജോയിൻ ചെയ്യുക. ചിലപ്പോൾ ഇന്ന് രാത്രി ചിലപ്പം നമ്മൾ ലൈവ് ഉണ്ടാവില്ലായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ വീടിന്റെ ഇവിടെയല്ല, അമ്പലത്തിൽ എന്താ പറയുക, ഇന്ന് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. അപ്പം ആ സ്റ്റോറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം മിക്കവാറും ഇന്ന് രാത്രി ഉണ്ടാവില്ല. നമുക്ക് നാളെ ഉഷാറാക്കട്ടെ ലൈവ് ഗൈസ്. അപ്പം ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഒരു പ്രഡിക്ഷൻ അല്ല ഇത്, ജസ്റ്റ് ഒരു ഇതിൽ കണ്ടപ്പോൾ എഡിറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക, ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെടുക്കുന്നു. അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ, അതായത് ഇത് വന്ന അടിപൊളിയാണോ ജസ്റ്റ് കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു മിക്ക എല്ലാവരും ഇത് അടിപൊളിയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഗൈസ് ലൈക്ക് അടിച്ച് പവർ ആക്കുക കേട്ടോ മച്ചാമാരെ. റോഡ് ടു 10K ആണ്. അപ്പൊ എല്ലാവരും ഉഷാറാക്കുക ഗൈസ്. പിന്നെ ഒരു കണ്ടത് എപ്പിക് ഇറ്റാലിയൻ ലീഗിന്റെ ഇങ്ങനൊരു പാക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഗൈസ്, ജുവന്റസ് സംഭവം നമ്മുടെ ഇത് വരാൻ പോവാണ്. അപ്പൊ മിക്കവാറും ഇങ്ങനൊരു ചാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ ബുള്ളറ്റ്, റൊണാൾഡോ ഒക്കെ ഉണ്ട്. പക്ഷെ അവർ ഇതുപോലെ പറയാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാനും കഴിയുന്നില്ല. ലൂയിസ് ഫിഗോ, പിന്നെ നമ്മുടെ ഡെൽപിയാരൊക്കെ ഓൾറെഡി വന്നതാണ്. ബാഗിയോ ഒക്കെ വന്നു. പക്ഷെ എന്നാലും നമുക്ക് പ്രതീക്ഷിക്കുക ഒരു വകയുണ്ട് ഗൈസ്. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഈ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ ഇന്റർ മിലാനോന്റെ ഒരു കാർഡ്, മിലാനോന്റെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഗൈസ്, നമ്മുടെ
ബാർസലോണേന്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സണ്ണാണ്, ബ്ലിറ്റ്സ് സണ്ണ് വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ ബ്ലിറ്റ്സ് സണ്ണിന്റെ പവറും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ മിക്കവാറും ആ ഒരു കാർഡ് നമ്മുടെ കൊനാമി ഇറക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഗൈസ്, നമ്മുടെ ജസ്റ്റ് പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഇതേപോലെ ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ ഗൈസ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച് പോറൊക്കെ വെച്ചാൽ മതി. അതുപോലെ തന്നെ എന്താ പറയാ, നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഗൈസ്, നിങ്ങളുടെ അക്കൗണ്ടുകൾ പോകുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ജസ്റ്റ് നിങ്ങൾ അടിയിലൊന്ന് കമന്റ് ചെയ്യാട്ടോ. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഇതേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാവരും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഏതൊരു ടൈമിലാണ് എപ്പിക് അടിച്ചതിന്റെ കാര്യങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ടും ഗൈസ് അധികം കോയിനുകൾ ഇടരുത്, 100-200 കോയിന് മാത്രം ഇടാൻ പാടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ട്രിക്കാണ് ഗൈസ്. അപ്പം കൂടുതൽ അക്കൗണ്ടുകൾക്ക് കിട്ടിയതുണ്ട്, പക്ഷെ ചിലവർക്ക് കിട്ടാത്തതുണ്ട്. അപ്പൊ എന്താ പറയുക, എന്റെ അക്കൗണ്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പറയാൻ പറ്റില്ല, നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ കിട്ടും. അപ്പം ഉറപ്പായിട്ട് എന്താ പറയുക, 100 കോയിനോ 200 മാത്രം ഇടുക, അതിൽ കൂടുതൽ കോയിൻ ഇടണ്ട. കാരണം നമുക്ക് എന്താ പറയാ, ചിലപ്പം ഇതേ ട്രിക്ക് കൊണ്ട് പല സമയങ്ങളിൽ അടിച്ചവരും ഉണ്ട്. അപ്പൊ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.